ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഗൈസ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് അറിയാമല്ലോ, ഡാന സിറ്റിയിലുള്ള ഒരു സൂവിലാണ് കേട്ടോ. ഇവിടെ സൂ ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ അടിപൊളി ഒരു സൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഏരിയ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന പാർക്കുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്, ഒരു നല്ല അടിപൊളി വൈബാണ് അവിടെ കേട്ടോ. പിള്ളേർക്ക് കളിക്കാം, സൺസെറ്റ് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഒരുപാട് മരങ്ങൾ, അതായത് മാവ്, പേര, പിന്നെ ഞാവൽപ്പഴം, ചാമ്പ, പിന്നെ സപ്പോട്ട, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഹോഴ്സിൻ്റെ തന്നെ കുറേ ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഹോഴ്സിൻ്റെ റൈഡിങ് ഉള്ളതുകൊണ്ടായിരിക്കും ഹോഴ്സ് കുറേ ഉണ്ട്. ഒട്ടകമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രിച്ച് ഉണ്ട്, പിന്നെ മയിൽ, അതായത് പീക്കോക്ക്, പിന്നെ മാന്, മുയൽ, ലവ് ബേർഡ്സ് എന്ന് വേണ്ട കുറേ അധികം കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അവിടെ കുറച്ച് പിന്നെ ചെടികളൊക്കെ, ലൈവ് പ്ലാന്റ്സും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ലൈവ് പ്ലാന്റ്സ് വേണേൽ വാങ്ങിക്കാം, അങ്ങനെയുണ്ട്. പക്ഷെ ഞങ്ങൾ അന്നേരം ചെന്നപ്പോൾ അവിടെ ലൈവ് പ്ലാന്റ്സ് അപ്പോൾ അവൈലബിൾ ആയ കാര്യം അത് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ കണ്ടു, ആ സൈഡിൽ ലൈവ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ട് അങ്ങേ സൈഡിൽ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇത് കണ്ടോ, ഇത് മാനാണ് കണ്ടോ. അപ്പം അങ്ങനെ കുറേ ഉണ്ട് കാണാൻ വേണ്ടി. നല്ലൊരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് വൈബ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഓർക്കും ഇങ്ങനെയുള്ളൂ, പക്ഷെ അവിടെ ഒത്തിരി ഉണ്ട് കണ്ടോ. മുയലുകളുണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാം കുറേ സംഭവങ്ങളുണ്ട്. കോഴി കുഞ്ഞുങ്ങളുണ്ട് എന്ന് വേണ്ട കണ്ടോ. മയിൽ, ഞങ്ങൾ ചെന്നപ്പോൾ മയിൽ പീലി വിടർത്തി നമ്മളെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന പോലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. എന്തായാലും അതൊന്ന് കാണാനുള്ള ഒരു ഭാഗ്യം. അപ്പം നമ്മൾ പോയത് വെറുതെ ആയില്ല ഗൈസ്. കണ്ടോ, ആ പീലി വിടർത്തി നിൽക്കുന്ന കാണാനുള്ളൊരു ഭാഗ്യം. ഞാൻ ഫസ്റ്റ് ടൈം കാണുമോ കേട്ടോ ഇങ്ങനെ ഇത്രയും അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റി, വീഡിയോ ഒക്കെ എടുക്കണ്ട. പെൺമയിലാണ് അപ്പുറത്തൂടെ പോകുന്നത് കണ്ട, ആൺമയിൽ നിൽക്കുന്നത് കണ്ട. നമ്മളിങ്ങനെ ആ ഒരു ഇത് സത്യത്തിൽ ഇങ്ങനെ ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എല്ലാവർക്കും. അതേപോലെ അതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അതൊരു ഇതാണ്. ഇതെന്ന് പറയുന്നത് അവിടെ കിനിക്കോഴി എന്നൊക്കെ പറയും, അതുപോലത്തെ ഒരു സാധനമാണ്. ആട്ടക്കോഴി എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള കോഴികൾ, പിന്നെ ലവ് ബേർഡ്സ്, അങ്ങനെ കുറേ സംഭവം. അപ്പം നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മാൻകുട്ടികളെയാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു അവിടെ, അത് കാണാനും നല്ല രസമായിരുന്നു. കലമാനുണ്ട്, പേടമാനുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ അതുപോലെ ആമ, മുയൽ, നമ്മുടെ നാടൻ കോഴി, കോഴിക്കുഞ്ഞുങ്ങൾ, ആട്ടക്കോഴി എല്ലാം ഉണ്ട്. മയിൽ ഇതുവരെയും പീലി വിടർത്തിയിട്ട് നിർത്തിയിട്ടില്ല, അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്, ഒട്ടകം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്, താറാവ്, കോഴി എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ വെളിയിലിറങ്ങിയ ഗ്രീനറിയാണ്, ഫുള്ള് ഗ്രീൻ. മാവ്, നമ്മുടെ നാടൻ മാവ്, പേര, പിന്നെ മൽബറി, മാങ്ങ ഞങ്ങൾ കണ്ടു, ഒരു മാങ്ങ കണ്ടെത്തി കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. മൽബറി ഉണ്ട്, ചാമ്പയുണ്ട്, പിന്നെ അതുപോലെ സപ്പോർട്ടിക്ക ഉണ്ട് എന്ന് വേണ്ട. എനിക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്, അതുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു പഴം കഴിച്ചതാണ്, എന്തോ ഒരു സാധനം, അത് ഞാൻ കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അമ്മയെ എന്തോ പോലെയായിരുന്നു. അപ്പം നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. കണ്ടൊരു ചാമ്പയ്ക്ക് എനിക്ക് കിട്ടി, അവർ കണ്ടോന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ് എല്ലാം അടിപൊളി സൂപ്പറായിരുന്നു. അവിടുത്തെ ഫുൾ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. അതുപോലെ അവിടെ വാഷ്റൂമുണ്ട്, മെയിൽ ഫീമെയിൽ വാഷ്റൂമുണ്ട്. അവിടെ പ്രത്യേക ഹട്ടുണ്ട്, നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം, സൺസെറ്റ് കാണാം. അടിപൊളി വൈബായിരുന്നു. എൻട്രൻസ് ഫീസ് വരുന്നത് 5 ദിർഹമാണ്, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ലൈവ് പ്ലാന്റ്സ് നമുക്ക് വാങ്ങിക്കാം അവിടുന്ന്. എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.